ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ഒന്നാമത്തെ പാഠത്തിൽ കണ്ടു. ദൈവകൽപ്പനകൾ പാലിക്കുന്ന വ്യക്തികൾ നിത്യജീവനിൽ പ്രാപിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പാട്ടുകളും ദൈവകൽപ്പനകളെല്ലാം നിങ്ങൾ വീട്ടിൽ മുതിർന്നവരെയും മാതാപിതാക്കളെയും പറഞ്ഞു കേൾപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എപ്പോഴും ഗുരുവിനോട് ചോദ്യം ചോദിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ശിഷ്യൻ പെട്ടെന്ന് നിശബ്ദനായി. ഗുരു ചോദിച്ചു, എന്തു പറ്റി? നീ എന്താ ഒന്നും മിണ്ടാത്തെ? അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരു, റോഡിലൂടെ എങ്ങനെയാണ് നടക്കേണ്ടത്, പൊതുസ്ഥലത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. ഗുരു പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ദൈവകൽപ്പനകൾ പാലിച്ച് നിത്യജീവൻ പ്രാപിക്കാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ല. ഗുരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, ശരിയാ, 10 ദൈവപ്രമാണങ്ങളുണ്ടെന്നും ആ ദൈവപ്രമാണങ്ങൾ പാലിച്ചാൽ നിത്യജീവൻ പ്രാപിക്കാം എന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ എന്തെല്ലാം ചെയ്യരുത്, എന്തെല്ലാം ചെയ്യാം എന്നൊക്കെ ആഴത്തിൽ പലർക്കും അറിയില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ഒന്നാമത്തെ ദൈവകൽപ്പനയായ നിൻ്റെ ദൈവമായ കർത്താവ് ഞാൻ ആവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ദൈവകൽപ്പനയുടെ ആഴങ്ങളിലുള്ള അറിവിലേക്ക് കടക്കാം. ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈശോയോട് ആളുകൾ പല ചോദ്യങ്ങളും ചോദിച്ചു. അതിന് മറുപടി ഈശോ നൽകുകയും ചെയ്തു. നിയമജ്ഞനായ ഒരു വ്യക്തി പെട്ടെന്ന് ഈശോയോട് ചോദിക്കുക, ഗുരു, ഒത്തിരി നിയമങ്ങളുണ്ടല്ലോ, നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അതിന് മറുപടിയായിട്ട് ഈശോ പറഞ്ഞത് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. എല്ലാവരും ബൈബിള് എടുത്ത് വായിക്കുവാനും ഈ ഭാഗം അടിവരയിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഓർക്കുമല്ലോ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിച്ച 10 കൽപ്പനകളിൽ പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ദൈവകൽപ്പനയാണ് ഇത്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ഈ ഗുരുവും ശിഷ്യൻ്റെയും കഥ തുടരുകയാണ്. ഈ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്? ഈ ശിഷ്യൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ഗുരു ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ശിഷ്യ, എല്ലാം സൃഷ്ടിക്കപ്പെടട്ടെ എന്ന ഒറ്റ വാക്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും സൃഷ്ടിച്ചത് ദൈവമാണ്. സകല സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തിന് എല്ലാ ജീവജാലങ്ങളുടെയും മേൽ അധികാരമുണ്ട്. ആയതിനാൽ ആ ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും വേണം. ശിഷ്യൻ വളരെ സന്തോഷവാനായി കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ഓരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഒന്നാം പ്രമാണം ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ ആഗ്രഹത്തിനും എതിരായിട്ട് ചില കാര്യങ്ങൾ ചെയ്യരുത്. ഏകദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ, അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിക്കരുത് എന്നതാണ് ഒന്നാമത്തെ കൽപ്പനയുടെ സാരാംശം. നമുക്കിന്ന്
ഒന്നാമത്തെ കൽപ്പന അതിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, നിരീശ്വരവാദം. ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ചിലർ. അത് ദൈവം ഉണ്ടായിട്ടാണോ ഇങ്ങനെ വന്നത്, ദൈവം ഇല്ലേ, ഇങ്ങനെ പല ദൈവമില്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പല തെറ്റിദ്ധാരണകളും പല യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. സയൻസും മതവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ, ദൈവത്തിൻ്റെ ശക്തിയെ അംഗീകരിക്കുന്നവരാണ് നല്ല ശാസ്ത്രജ്ഞർ എല്ലാം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുക, വലുതാവുമ്പോൾ ആരാകാൻ ആഗ്രഹിക്കുന്നു? എബിൻ ഡോക്ടർ, മരിയ എൻജിനീയർ, ജോൺ ബോൾ വൈദികൻ. ഓക്കെ, ആരായാലും നല്ല ഈശ്വരവിശ്വാസിയാകുക. ആ ഈശ്വരവിശ്വാസത്തെ മുറുക്കെ പിടിക്കുക. ഇങ്ങനെ ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ, വിത്ത് ഗോഡ് ഐ ആം ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം സീറോ. ദൈവത്തെ മുറുക്കെ പിടിക്കുന്ന, നല്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിട്ട് നമുക്ക് വളരാം. രണ്ടാമത്തെ തെറ്റായിട്ടുള്ള കാര്യമാണ് വിഗ്രഹാരാധന. സൃഷ്ടാവായ ദൈവത്തിന് പകരം ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെയോ വ്യക്തികളെയോ ദൈവമായി കരുതി ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. സിനിമാ താരങ്ങളെ, ക്രിക്കറ്റ് താരങ്ങളെ, ഫുട്ബോൾ താരങ്ങളെ, അതല്ല എങ്കിൽ പണത്തെ, മറ്റു വസ്തുക്കളെ, ഏതെങ്കിലും വലിയ പ്രതിമകളെ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്ര നേതാക്കളെ, അവരെയൊക്കെ ആരാധിക്കുന്നത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നാം, നമ്മുടെയൊക്കെ വീടുകളിലും ദേവാലയങ്ങളിലും വിശുദ്ധരുടെ പ്രതിമകളുണ്ടല്ലോ, അത് വിഗ്രഹാരാധനയാണോ? അല്ല. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. ഈ പ്രമാണത്തിന് എതിരായിട്ട് ഇന്ന് സമൂഹത്തിൽ കാണുന്ന മറ്റൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് മന്ത്രവാദം. ദുഷ്ടശക്തികളെ ആശ്രയിച്ച് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാനോ മറ്റുള്ളവർക്ക് നാശം വരുത്തി വയ്ക്കുവാനോ ചെയ്യുന്ന കർമ്മങ്ങളാണ് മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ചേരുന്ന പ്രവർത്തനങ്ങളല്ല. മറ്റ് തിന്മകളെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നല്ല ഒരു ദൈവവിശ്വാസിക്ക് നിരക്കുന്നതല്ല. അതുപോലെ നമ്മളിൽ കുട്ടികളിലൊക്കെ ഈ ചെറുപ്രായത്തിൽ പോലും കാണുന്ന ഒന്നാണ് അന്ധവിശ്വാസം. ചെറുതും വലുതുമായിട്ടുള്ള അന്ധവിശ്വാസം. പള്ളിയിൽ പോകാൻ നേരത്ത് പൂച്ച വിലങ്ങം ചാടി അപ്പോൾ പറയുക, ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല, പൂച്ച വിലങ്ങം ചാടി, അപകടം ഉണ്ടാവും. തെറ്റാണ്, അന്ധവിശ്വാസമാണ്. ചെറുതും വലുതുമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കാം, ചിലപ്പോൾ ചില പുസ്തകത്തിൽ നിങ്ങൾ വായിക്കാം. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 1ാം പ്രമാണത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന കുട്ടികൾ ഓർക്കുക, ഇത് 1ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപമാണ്, സത്യവിശ്വാസത്തിന് ചേരാത്തതാണ്. മറ്റ് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ദൈവനിന്ദ. കൂദാശകൾ അയോഗ്യതയോടെ സ്വീകരിക്കുന്നു. ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന, നിങ്ങൾക്കെല്ലാം അറിയാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം? നല്ല ഒരുക്കം വേണം, നല്ല പ്രസാദവരം വേണം. കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ ഉപവസിക്കണം. ഈ യോഗ്യതകളില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ദൈവനിന്ദയാണ് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെയാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും സ്ഥലങ്ങളും വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്, മോശമായിട്ട് പറയുന്നത്, വാർത്തകൾ സത്യമാണെന്ന് അറിയാതെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ദൈവനിന്ദ ആണ് എന്ന് പ്രത്യേകം ഓർക്കുക.
അതുപോലെ ഒന്നാണ് സാത്താൻ പൂജയും സ്പിരിറ്റിസും ഒക്കെ. ദൈവത്തെയും വിശുദ്ധരെയും വിശുദ്ധ വസ്തുക്കളെയും അവഹേളിച്ചുകൊണ്ട് ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സാത്താനെ ആരാധിക്കുന്നതാണ് സാത്താൻ പൂജ. വളരെ സങ്കടത്തോടെ പറയട്ടെ, ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ജാഗ്രതയുണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇത്. അതുപോലെ തന്നെ മരിച്ചുപോയ ആത്മാക്കളെ മന്ത്രതന്ത്രങ്ങളിലൂടെ വിളിച്ചു വരുത്തി ഇഷ്ടകാര്യങ്ങൾ നേടുവാൻ ശ്രമിക്കുന്നതിന് പറയുന്നതാണ് സ്പിരിറ്റിസം. അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒന്നാം പ്രമാണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന് നമ്മളോട് ചെയ്യരുതെന്ന് പറയുന്ന ചില കാര്യങ്ങളുമാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. എല്ലാവർക്കും കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായി എല്ലായ്പ്പോഴും ഏറ്റുപറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒന്നാം പ്രമാണത്തിന് എതിരായ ഒരു തെറ്റുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുവാൻ ദൈവമേ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.